നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി നൽകിയ മോദി പുടിൻ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിൽ കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ല, രാഹുൽ ഗാന്ധി ഇല്ല. പക്ഷേ ഒരാൾ എത്തി, ശശി തരൂർ. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പോലും മാറാത്തിടത്ത് പുടിന്റെ വിരുന്നിലേക്ക് നടന്നുപോയ തരൂർ കോൺഗ്രസിനുള്ള ആസ്തിയോ ഒരു ബാധ്യതയോ? ബി.ജെ.പിയുടെ ഓരോ നീക്കവും വായിച്ചെടുക്കുന്ന തരൂരായിട്ടും എടുത്ത ഈ തീരുമാനം, അതിന്റെ പിറകിലെ ലക്ഷ്യമെന്താണ്? ഇതാണ് ഇന്നത്തെ വലിയ രാഷ്ട്രീയ ചോദ്യവും ചൂടേറിയ ദേശീയ ചർച്ചയും. സ്വന്തം പാർട്ടി നേതാക്കളെ വിരുന്നിന് വിളിക്കാത്തിടത്ത് പുടിനായി ഒരുക്കിയ വിരുന്നിൽ തരൂർ പങ്കെടുത്തത് എന്തിന്? രാഷ്ട്രീയ നീക്കമോ? തരൂരിന്റെ സ്വന്തം ഡിപ്ലോമസി പാതയോ? ബി.ജെ.പിയുടെ തന്ത്രം മനസ്സിലാക്കാൻ കഴിയാത്തയാളല്ല തരൂർ. അങ്ങനെയിരിക്കെ പുടിന്റെ വിരുന്നിൽ പോകാൻ തീരുമാനിച്ചത് കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നു. കോൺഗ്രസ് നേതാവെന്ന നിലയിലല്ല, വിദേശകാര്യ സമിതി ചെയർമാനായാണ് ക്ഷണിച്ചതെന്ന് തരൂർ മനസാക്ഷിയോട് ചോദിച്ചിട്ട് പോകണമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ. തരൂരിനെ ഒന്നും ചെയ്യാനാവാതെ കോൺഗ്രസ്. അകത്തളത്തിലും പുറത്തും തരൂരിന്റെ സ്വതന്ത്ര നീക്കങ്ങൾ പാർട്ടി നിയന്ത്രണത്തിന് പുറത്താകുന്നുവെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. പുടിന്റെ വിരുന്നിൽ പങ്കെടുത്ത തീരുമാനത്തോടെ ഈ ചോദ്യമാണ് ഇപ്പോൾ കൂടുതൽ കനക്കുന്നത്. തരൂരിന് മുന്നിൽ കോൺഗ്രസിന് ലോ കമാൻഡോ. ഇന്നലത്തെ രാഷ്ട്രപതി ഒരുക്കിയ അത്താഴ വിരുന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി ഒരുക്കിയ വിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ശശി തരൂരും പങ്കെടുത്തു. അതേസമയം ഈ വിരുന്നിലേക്ക് പ്രതിപക്ഷ നേതാക്കളായ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ ശശി തരൂരിനെ ക്ഷണിച്ചു. ബി.ജെ.പിയുടെ ഈ തന്ത്രം മനസ്സിലാക്കാൻ കഴിയാത്തയാളല്ല ശശി തരൂർ. ഇതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നത്. എന്തിന് ശശി തരൂർ ഈ ക്ഷണം സ്വീകരിച്ചു? പക്ഷേ തരൂരിന്റെ വാദം എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമസി എന്ന രീതിയിലാണ്. അതായത് വിദേശകാര്യ സമിതി അധ്യക്ഷൻ എന്ന രീതിയിലാണ് തന്നെ ക്ഷണിച്ചത് എന്നും താൻ പോയത് എന്നുമാണ്. ഖർഗെയെയും രാഹുലിനെയും ക്ഷണിക്കാത്ത കാര്യം തനിക്ക് അറിയില്ല എന്നുമാണ് ശശി തരൂരിന്റെ വാക്കുകൾ. അതേസമയം പല സമയങ്ങളിലായി സമീപകാലത്ത് ശശി തരൂർ തുടർച്ചയായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. അത് മോദി സ്തുതി മുതൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള വിമർശനം വരെ, പാർലമെന്റിലെ ചെയ്തികളിൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള വിമർശനം വരെ ഉണ്ടാകുമ്പോൾ അത് സ്വന്തം പാർട്ടിക്കെതിരെയുള്ള വിമർശനം കൂടിയാണ്. പ്രൈം ഡിബേറ്റ് അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ O.K. ഫറൂഖ് കോൺഗ്രസ് നേതാവ്, ശ്രീ സിബി സത്യൻ മാധ്യമപ്രവർത്തകൻ, ശ്രീ ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, എന്തായാലും തരൂരിൽ നിന്ന് പല കാര്യങ്ങളും ഓരോ ദിവസവും ഉയർന്നു വരികയാണ്. അതിലെല്ലാം കോൺഗ്രസിനെതിരെയുള്ള ഒരു ഇലമെന്റ് ഉണ്ടാകും. ഇന്നലെ രാത്രിയിലെ ആ അത്താഴ വിരുന്നിലും അത് തന്നെയല്ലേ പ്രതിഫലിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ശശി തരൂരിൻ്റെ ഔദ്യോഗിക നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ വിശാലമായ അന്തർദേശീയ ധാരണകളെക്കുറിച്ചൊന്നും ഇവിടെ ആർക്കും സംശയമില്ല. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ ലോകസഭയിലെയും രാജ്യസഭയിലെയും നേതാക്കന്മാരെ വിളിച്ചിട്ടില്ല എന്നും അവർ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം തിരക്കാനോ ഇല്ലെങ്കിൽ അവരുടെ സമ്മതം വാങ്ങാനോ ഇങ്ങനെയുള്ള കാര്യത്തിൽ അത് തികച്ചും പാർട്ടിപരമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഹുൽ ഗാന്ധി തന്നെ ഇദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനെ കാണാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ഗവൺമെന്റിനോട് ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അത് 2 ദിവസം ചർച്ചയുമായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവിന് വിദേശകാര്യ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. തരൂരിന് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവാദം അവിടെ ഉണ്ട് എന്നിരിക്കെ അദ്ദേഹത്തിന് അവസരം കൊടുത്തതിൻ്റെ ന്യായം ഗവൺമെൻറ്റിൻ്റെത് ശരിയായിരിക്കാം, ഇല്ലെങ്കിൽ തെറ്റായിരിക്കാം. അതല്ലല്ലോ, അവസരം നിഷേധിച്ചു എന്ന് അദ്ദേഹം അറിഞ്ഞ സ്ഥിതിക്ക്, നമ്മളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എന്നേ അറിഞ്ഞു, ശശി തരൂരും അറിഞ്ഞിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പോകണോ വേണ്ടേ എന്നുള്ളത് ഒരു പാർട്ടിയുടെ അച്ചടക്കം കുറച്ചൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥനല്ലേ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതും ശരിയാണല്ലോ. ഇത് അതിൽ മനസാക്ഷിയോട് ചോദിക്കണമായിരുന്നു എന്നാണ് പവൻ ഖേരയൊക്കെ പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ പറയുന്നു, എൻ്റെ നേതാക്കളെ ക്ഷണിക്കാത്തിടത്ത് എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. പക്ഷെ അത് തരൂർ അങ്ങനെയല്ല ചിന്തിച്ചത്. അല്ല, അദ്ദേഹം പാർട്ടിക്ക് മുകളിലാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ എന്താണ്? നമുക്കറിയാം തരൂരിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം.
ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലാണെന്നൊരു കാർട്ടൂൺ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. എന്ത് ചെയ്തിട്ടും നടപടി ആകുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കുന്നത്. അതാണ് പ്രശ്നം. അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടണം, അതാണ് തരൂരിൻ്റെ ആഗ്രഹം. അതെ, ഒരു വിക്ടിം കാർഡാകണം. ആ വിക്ടിം കാർഡ് കളിക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാനസികമായിട്ട് അദ്ദേഹം ആകുന്നു. കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ്സുകാർക്കും ശശി തരൂരിനെ ഇനി അകലാനല്ലാതെ അടുപ്പിക്കാൻ സാധ്യതയില്ല. ഇനി അദ്ദേഹത്തിനൊരു തിരഞ്ഞെടുപ്പ് അവസരം കൊടുക്കാനും സാധ്യതയില്ല. അതെനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ നയിക്കുന്ന രാഷ്ട്രീയം കോൺഗ്രസ്സിന് ദൂഷ്യം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത് ഭരണകക്ഷി കേന്ദ്രത്തിലെ NDA തരൂരിനെ കൊണ്ട് ഗുണമുണ്ടാക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ നേട്ടം NDAക്കുണ്ട്. അത് അവരുടെ ചുണയാണെന്ന് വയ്ക്കാം. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ നീക്കങ്ങൾ നടത്തുന്നത് എത്ര ഉറച്ചാണ് അല്ലേ? കാരണം അവിടെ ഖർഗെയും രാഹുലിനെയും ക്ഷണിക്കുന്നില്ല, പക്ഷേ തരൂരിനെ കൃത്യമായിട്ട് ക്ഷണിക്കുന്നു. വളരെ പ്ലാൻഡ് ആണ്, നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ഇൻവിറ്റേഷന് പിറകിൽ ഒരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. തരൂർ അതിൽ വീഴുകയും ചെയ്യും. ഇതിന് മുമ്പ് വീണിട്ടുണ്ട്, ഇനിയും വീഴും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അദ്ദേഹം വീഴുമെന്ന് പറയാൻ പറ്റുമോ? വീഴുകയല്ലല്ലോ, അത് തരൂരിന് അറിയാത്ത കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വീഴെന്ന് പറഞ്ഞാൽ അതിലേക്ക് പെട്ടുപോകുന്നു എന്നുള്ളതല്ലല്ലോ. അദ്ദേഹം ആലോചിച്ച് വെച്ച് തന്നെ എടുക്കുന്ന തീരുമാനം. അതെ, ബുദ്ധിമാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിശക്തിയോടുകൂടി തന്നെ സ്വന്തം താല്പര്യം കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിക്കുന്ന സമയത്ത് ഒരാഴ്ച ഒന്ന് തല കാണിച്ചു, അത്ര തന്നെ കാണിച്ചോ സംശയമാണ്. അത് കഴിഞ്ഞ് അപ്രത്യക്ഷമായി. ഇവിടെയൊന്നും കണ്ടില്ല. ശബരിനാഥിന് വേണ്ടി കുറച്ച് വോട്ട് പിടിക്കാൻ നിന്നു എന്നല്ല, പിന്നെ തരൂരിനെ കണ്ടിട്ടില്ല. അപ്പോൾ തരൂർ എവിടെയാണെന്ന് കോൺഗ്രസ്സുകാർക്ക് എനിക്ക് തോന്നുന്ന ഒരുവിധ അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ പുറത്താക്കിയാൽ കോൺഗ്രസ് അദ്ദേഹത്തിന് വിക്ടിം കാർഡിന് അവസരം കിട്ടും. അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് എനിക്ക് തോന്നുന്നു നടപടിയെടുക്കാതെ ഇങ്ങനെ ഇട്ടേക്കത്തേ ഉള്ളൂ. എത്ര നാൾ പോയാലും ഇത് NDA രാഷ്ട്രീയത്തിന് വിരുദ്ധമായി കോൺഗ്രസ് കളിക്കുന്ന മറ്റൊരു രാഷ്ട്രീയമാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടി ടിക്കറ്റിൽ തിരഞ്ഞെടുത്ത ആളെന്നുള്ള നിലയിൽ ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിനകത്ത് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ എത്ര വലിയ ലിബറൽ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്കകത്ത് വിധേയമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. പക്ഷേ അദ്ദേഹം അതിൽ ഡിപ്ലോമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ റഷ്യൻ നയതന്ത്രവുമായി തനിക്കുള്ള ബന്ധം ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കാം എന്നെ വിളിച്ചിട്ടുണ്ടാവുക. അതല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും അന്തർദേശീയ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അതൊന്നും കുറച്ച് കാണുന്നില്ല. അതൊക്കെ പറയുമ്പോഴും പാർട്ടി പ്രസിഡൻറ്റിനോടൊന്ന് ഒരു ഫോണിൽ ഖാർഗെക്ക് അല്ലെങ്കിൽ പവൻ ഖരെ ഒന്ന് വിളിച്ച് ചോദിച്ചോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൗന അനുവാദം ഉണ്ടെങ്കിലെന്ന് പറയാം. അതൊന്നുമല്ല. അപ്പോൾ പാർട്ടിക്ക് പുറത്ത് അതീതനായി നിൽക്കുന്നൊരു രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അത് വ്യക്തിപരമായി ശശി തരൂർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പാർട്ടി ടിക്കറ്റിൽ ജയിച്ച ഒരാളാണ്. ആ പാർട്ടി ടിക്കറ്റിൻ്റെ ആശയത്തിലും അതിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം കാണിക്കുന്നത് പൊളിറ്റിക്കലി ഇമ്മോറലാണ്, ഇൻകറക്റ്റാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ എന്തായാലും BJPയുടെ ഒരു തന്ത്രം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണാമല്ലോ. താങ്കളും അത് സമ്മതിക്കുകയാണല്ലോ. തരൂരിന് വേണ്ടി ഇങ്ങനെയുള്ള കാർഡ് എന്തായാലും ഇറക്കും BJP. അതിൽ തരൂർ വീണു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. തരൂരും ആ രീതിയിൽ തന്നെ, തരൂർ ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പുറത്താക്കപ്പെടുക, ആ ഒരു ലക്ഷ്യത്തിലാണ് തരൂർ ഇപ്പോഴും നിൽക്കുന്നത്. കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം. ഓക്കെ. അഭിലാഷേ, റഷ്യൻ പ്രസിഡന്റ് പുടിന് രാഷ്ട്രപതി കൊടുത്തിരിക്കുന്ന അത്താഴ വിരുന്ന് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല. അതായത് ഒരു സർവകക്ഷി യോഗമല്ല. അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന വലിയൊരു ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അവിടെ ഈ കോട്ട വെച്ച ഇത്ര പ്രധാന പ്രതിപക്ഷ കക്ഷിക്ക് ഇത്ര, മറ്റേ പാർട്ടികൾക്ക് ഇത്ര എന്ന് വീതിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല അത്. അവിടെ വരേണ്ടതും അവിടെ സംസാരിക്കേണ്ടതും അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതും അതിന് യോഗ്യതയുള്ളവർക്കും ആ കാര്യങ്ങൾക്ക്, ആ രാജ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരാണ്. അത് ഇപ്പം അതിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല, പ്രതിപക്ഷ നേതാവിനെ അവിടെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല. ഒരു കീഴ്വഴക്കവും കാര്യങ്ങളും ഉണ്ടല്ലോ. മുമ്പ് വാജ്പേയിയെ ക്ഷണിച്ചിട്ടുള്ളതാണല്ലോ. അതെ, വാജ്പേയിയെ ക്ഷണിച്ചിട്ടുണ്ട്. വാജ്പേയി വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം മുൻ വിദേശകാര്യ മന്ത്രിയാണ്. അദ്ദേഹം വിദേശകാര്യ രംഗങ്ങളിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മേഖലയിൽ വിദേശകാര്യ വിഷയത്തിൽ അങ്ങനെ പ്രാഗൽഭ്യം തെളിയിച്ച് ഈ രാജ്യത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണോ? അല്ലല്ലോ. അദ്ദേഹം ചെയ്ത് ഇനി അതവിടെ നിൽക്കട്ടെ.
ഭരണഘടനാ ബാധ്യതയോടെ പരമായി തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ സ്വാതന്ത്ര്യദിന പരേഡിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു, വന്നില്ല. ഖാർഗെ വിളിച്ചു, വന്നില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിച്ചു, വന്നില്ല. അങ്ങനെ ഇവിടെ നടക്കുന്ന, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലും ഈ രാഹുൽ ഗാന്ധി ആ പരിസരത്ത് കാണില്ല. അതും കൂടാതെ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് എന്ന ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ വരെ പോയി ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം മരിച്ചു, ഞങ്ങളെ രക്ഷിക്കൂ, ഇവിടെ ഇതൊരു ഡെഡ് എക്കണോമിയാണ് എന്നീ ലോകം മുഴുവനും പറഞ്ഞു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ ഇനി ഇതുപോലൊരു ചടങ്ങിൽ വിളിച്ച് ഇയാൾ എന്തൊക്കെ കിടന്ന് കോപ്രായം കാണിക്കുമെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. അങ്ങനെ കൊണ്ട് കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ഒരു വലിയ ഒരു ഡിപ്ലോമാറ്റിക് ഈവന്റിൽ അവിടെ വന്നിരുന്ന് സംസാരിക്കാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്ക് ഇല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നല്ല അങ്ങനെ ഒരു വിശദീകരണം വരുന്നുണ്ട്. ഇതേക്കുറിച്ച് വിവാദമായ സമയത്ത് അവിടെ ഈ സന്ദർശനം നടത്തുന്ന നയതന്ത്ര പ്രതിനിധികളുടെ താല്പര്യം അനുസരിച്ചാണ് ഈ വിരുന്നിന് ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് പറയുന്നത്. ശ്രീ ഗോപകുമാർ, ശരിയാണോ അത്തരം കാര്യം? അങ്ങനെ ഒരു പക്ഷേ അവരുടെ അഭിപ്രായം ചോദിച്ചേക്കാം. അത് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വസ്തുതയായിരിക്കാം. അപ്പോൾ ആ നിലയ്ക്കൊരു ന്യായം ഇല്ല. ഞാൻ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഗവൺമെൻറ്റിന് എടുക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ഷാബു പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇല്ല, നമ്മുടെ ചർച്ച രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ശശി തരൂരിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹം എടുത്ത നിലപാടിനെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിദേശ രാജ്യത്ത് പോയി ഇന്ത്യയെ വിമർശിച്ചൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അതൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യം വിട്ട് നമ്മളൊരു മറ്റു രാജ്യത്ത് നിന്ന് മാതൃരാജ്യത്തെ കുറ്റപ്പെടുത്തി ഒരു പ്രസംഗം പോയിട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ചെയ്യാൻ പാടില്ല. രാജ്യത്തിനകത്ത് അത് ബേസിക് ഡിപ്ലോമസി അല്ലേ. സാധാരണഗതിയിൽ നമുക്കൊക്കെ വിദേശത്തൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് തരുന്ന അന്നത്തെ കാലത്ത് തരുന്ന ഒരു ഇറ്റിനറി ഉണ്ട്. അതിൽ തന്നെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. പഴയകാലത്തും തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാലത്ത് ഒരു രീതിയിലും നിങ്ങളുടെ ഔദ്യോഗിക ജോലിക്കപ്പുറം രാജ്യത്തിനെ വിമർശിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് പോലും പറയാൻ പാടില്ല. അപ്പോൾ ഇത് സാധാരണ പുറത്തു പോകുന്നവർക്കത് ബാധകമാകുമ്പോൾ പ്രതിപക്ഷ നേതാവിനത് ബാധകമാണ്. ഏതെങ്കിലും പത്രപ്രവർത്തനം ചോദിച്ചു, അവിടെയൊക്കെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ബ്ലണ്ടറുകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, യാതൊരു തർക്കമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ചർച്ച ഇത് ശശി തരൂരിന് താൻ ക്ഷണം സ്വീകരിച്ചത് ചർച്ചയാകുമ്പോൾ അവിടെ രാഹുലിന്റെ അയോഗ്യതയും ചർച്ചയാകുമെന്ന് അറിയാത്ത കാര്യമല്ല, അല്ലേ? ആണല്ലോ, അങ്ങനെയാണല്ലോ, അല്ലേ? അതും കൂടെ അദ്ദേഹത്തിന് അറിയാം. അതായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചയാകുക. കോൺഗ്രസിനെ വീണ്ടും മുറിവേൽപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി കിട്ടുക, ഇതാണ് ഞാൻ പറഞ്ഞത്. സിബി, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? മഞ്ജുഷ, എനിക്ക് ആദ്യം ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു പോയിന്റിനുള്ള ഒരു ചെറിയ മറുപടിയാണ്. അദ്ദേഹത്തിന് ജനാധിപത്യത്തിനെ കുറിച്ചും അവിടുത്തെ കീഴ്വഴക്കങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതുപോലെ, അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, പക്ഷെ ഈ പറഞ്ഞതുപോലെ ബ്ലൈൻഡായിട്ട് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ വലിയ പുറത്തുനിന്നുള്ള വലിയ മിഷൻസ്, വലിയ ഡിപ്ലോമാറ്റിക് മിഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ സർക്കാർ എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിയും മന്ത്രിമാരും മാത്രം അടങ്ങുന്ന ഒരു സംഗതിയല്ല. ഇന്ത്യയുടെ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് പ്രതിപക്ഷം കൂടി അടങ്ങുന്ന ഒന്നാണ്. അപ്പൊ ഇതുപോലുള്ള വലിയ മിഷനുകളിലെല്ലാം സാധാരണഗതിയിലുള്ള എന്റെ അറിവനുസരിച്ചുള്ള ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ കൂടി വിളിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ ക്ഷണിക്കുക. കാരണം ഇന്ത്യ എന്നത് ഒരൊറ്റ രാജ്യമായിട്ട് അവിടെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. അല്ല ഇന്ത്യയിലെ ഭരണപക്ഷം എന്ന നിലയിൽ ഒന്നും, ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന നിലയിൽ വേറൊന്നും എന്ന നിലയിൽ വെക്കേണ്ട ഒരു അവസ്ഥ ഉള്ള രാജ്യമല്ല ഇന്ത്യ. അങ്ങനെ ആകരുത്. പക്ഷെ സിബി, അവിടെ ക്ഷണിക്കപ്പെടുന്ന ചടങ്ങുകളിലേക്ക് അദ്ദേഹം വരുന്നില്ല. ക്ഷണിക്കപ്പെടാത്തിടത്ത് എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്നും പറയുന്നു. ഇതാണ് ഒരു വൈരുദ്ധ്യമായിട്ട് വരുന്നത്. നമ്മൾ ഇന്റേണലായിട്ട് നടക്കുന്ന ചില ചടങ്ങുകളിൽ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വിട്ടുനിൽക്കുന്ന, അതും ജനാധിപത്യമാണ്. നമുക്ക് വിട്ടുനിൽക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യമാണ്. പക്ഷേ ഗവൺമെന്റ് ക്ഷണിക്കേണ്ട സ്ഥലത്ത് ക്ഷണിക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ വന്നില്ല, അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് വിളിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായ കീഴ്വഴക്കങ്ങളുള്ള സംഗതിയാണ്. അപ്പൊ ആ ഒരു സംഗതി പാലിക്കുക എന്ന് പറയുന്നത് ബേസിക്കായിട്ട് നമ്മൾ ഉൾക്കൊണ്ട ഒരു ജനാധിപത്യ സംവിധാനമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഗോപകുമാർ സാർ ഇപ്പൊ പറഞ്ഞു രാഹുൽ ഗാന്ധി പുറത്തു പോയിട്ട് മറ്റ് ഇന്ത്യയെ വിമർശിക്കുന്നു എന്നൊക്കെ. സത്യത്തിൽ ഇത് തുടങ്ങി വെച്ചത് ആരാണെന്ന് അറിയാമോ? സാറിന് ചിലപ്പോൾ ഓർമ്മ കാണും, 2014 നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോ അന്ന് അമേരിക്കൻ സന്ദർശന വേളയില് നെഹ്റുവിനെ
അതിമാരകമായി അമേരിക്കയുടെ മണ്ണിൽ നിന്ന് വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തിട്ട് അലക്കുന്ന പതിവ് തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് മുൻകാലങ്ങളിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നെഹ്റു വിമർശനം തുടങ്ങി വെച്ചത് ഇന്ത്യയിൽ നിന്ന് കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധിക്ക് കാരണം നെഹ്റു ആണ് എന്ന് തുടങ്ങുന്ന വിമർശനം ശ്രീ നരേന്ദ്രമോദി തുടങ്ങി വെച്ചത് അമേരിക്കയുടെ മണ്ണിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹമാണ് അത് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അന്ന് വരെയുള്ള നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇന്ത്യൻ മുൻ ഭരണാധികാരികളെ ഇന്ത്യയുടെ മണ്ണിന് പുറത്തുപോയി വിമർശിക്കുന്ന ഒരു പതിവ് ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് അത് ലംഘിച്ചത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത അതേ വർഷമാണ്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. ഓക്കെ, ഇനി നമുക്ക് തരൂരിലേക്ക് വരാം. അതായത് തരൂരിന്റെ ഒരു പോസ്റ്റ് ഐഡിയോളജി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം തന്നെ ഏറ്റവും അവസാനമായിട്ട് എഴുതിയ ഒരു ലേഖനം ഉണ്ടല്ലോ, എന്തായാലും നമ്മൾ ഈ പോസ്റ്റ് ഐഡിയോളജിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ ഈ പ്രധാനമന്ത്രി ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ കൂട്ടുനിൽക്കണമെന്നും അദ്ദേഹത്തിന് വിമർശനം മാത്രമാകരുത് കാര്യം എന്നൊക്കെ അദ്ദേഹം വളരെ വിശാലമായിട്ട് ശ്രീ ശശി തരൂർ പറയുന്നുണ്ട്. അപ്പൊ ഈ ശശി തരൂർ ഇതെല്ലാം പറയുന്ന ഒരു അതിന്റെ ആ തലത്തിൽ തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ ഇത്രയും വലിയൊരു വിദേശ ഡെലിഗേഷൻ, അതായത് കോൾഡ് വാർ കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന, ഇന്ത്യയുടെ ഏറ്റവും വലിയ രക്ഷാകവചമായിരുന്ന റഷ്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്നത്തെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങിൽ, അദ്ദേഹത്തിന് വിരുന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കണം എന്ന കീഴ്വഴക്കം, എന്ന നിലനിൽക്കുന്ന കീഴ്വഴക്കം, സാമാന്യ മര്യാദ പോലും ലംഘിച്ച് ജനാധിപത്യത്തിന്റെ ഒരു കീഴ്വഴക്കങ്ങളെയൊക്കെ ലംഘിക്കുന്ന ഒരു സംവിധാനത്തോട് സമരസപ്പെട്ടു പോകാനാണ് ശശി തരൂർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനകത്തൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. എന്നിട്ട് അതേ വിരുദിൽ തരൂര് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ തരൂര് താൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ അതീതനാണ് എന്ന് ചിന്തിക്കുന്നതിന്റെ ഒരു വലിയ പ്രശ്നമാണ്. തരൂർ എനിക്ക് തോന്നുന്നു സ്വയം ഒന്ന്, തരൂര് മഹാനായ മനുഷ്യനാണ്. തരൂര് ഒരുപാട് വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ട ഒരാളാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കഴിഞ്ഞ ഈ പറഞ്ഞ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തരൂര് സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്നായിരുന്നു. കാരണം തരൂരിന് കഴിഞ്ഞ 3 ടൈമായിട്ട് തരൂരിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ തരൂരിന്റെ കഴിവുകൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം തരൂർ പ്രതിപക്ഷത്തായതുകൊണ്ട്. അപ്പം തരൂരിനെ ഗവൺമെന്റിന്റെ ഭാഗമാക്കുന്നതിനകത്തുള്ള ഏറ്റവും നല്ല ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. കാരണം ഇന്ത്യയെ ഇപ്പൊ വിദേശത്തെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അതിന് പകരം ഇത്രയും എന്താ പറയുന്നത് ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ ഇത്രയും അറിവുള്ള അല്ലെങ്കിൽ ഇത്രയും വിദേശ ബന്ധങ്ങളുള്ള ശശി തരൂരിനെ പോലൊരാൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായിട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് ശക്തി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ശശി തരൂരിനെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്ന BJP എന്തുകൊണ്ടാണ് അത്തരമൊരു നീക്കം നടത്താതിരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പൊളിറ്റിക്സ് ആണ്. ഇതിനകത്ത് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അല്ല ഇതൊരു നിഷ്കളങ്കമായ സംഭവമോ തരൂരിന്റെ സംഭാവനകളെ അതിഭയങ്കരമായിട്ട് ഞങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു എന്ന നിലയിലുള്ള സംഭവമൊന്നുമല്ല. തരൂരിന്റെ കഴിവുകളെ കുറിച്ച് BJPക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തരൂരിന്റെ കേപ്പബിലിറ്റിയെ പറ്റി അറിവുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള സ്കോപ്പും അവർക്കുണ്ട്. പക്ഷേ അത് ചെയ്യുന്നതിന് പകരം തരൂരിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് BJP ചെയ്യുന്നത്. തരൂരും ചെയ്യുന്നത് തന്നെയാണ്, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തരൂരിനെ കോൺഗ്രസ് ആദ്യത്തെ തവണ MP ആക്കി, അത്തവണ തന്നെ കേന്ദ്രമന്ത്രിയാക്കി. താങ്കൾ ഉദ്ദേശിച്ചത് കോൺഗ്രസിൽ നിൽക്കുന്ന തരൂരിനെയാണ് BJPക്ക് ആവശ്യം, അങ്ങനെയാണോ? അതെ. അല്ല, തരൂർ എന്ന വ്യക്തിയുടെ കഴിവല്ല ആവശ്യം. തരൂർ എന്ന വ്യക്തിയുടെ കേപ്പബിലിറ്റിയോ കപ്പാസിറ്റിയോ അദ്ദേഹത്തിന്റെ രാജ്യാന്തര ബന്ധങ്ങളോ നയതന്ത്രത്തിൽ അദ്ദേഹത്തിന്റെ മിടുക്കോ അല്ല BJPക്ക് ആവശ്യം. മറിച്ച് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അടിക്കാനുള്ള മറ്റൊരു വഴിയാണ്. അതായത് ഏത് കാര്യവും തരൂരിനെ ഏത് വിഷയത്തിലേക്കും ക്ഷണിക്കുമ്പോഴും ഇത് മുഴച്ചു നിൽക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ ഏതെങ്കിലും രീതിയിലുള്ള അനൈക്യം ഇതുമൂലം ഉണ്ടാകണം, അല്ലേ? ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകണം. അതെ, അതിന്റെ തരൂരിനെ രക്തസാക്ഷിയാക്കി മാറ്റണം. തരൂരിനെ രക്തസാക്ഷിയാക്കിയിട്ട് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് കഴിവുള്ളവരെ പുറത്താക്കുകയാണ് എന്നൊരു ഇമേജ് സൃഷ്ടിക്കണം. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇത്തവണ എന്തായാലും കോൺഗ്രസ് അതിൽ വീഴുന്നില്ല. കോൺഗ്രസ് അല്പം ബുദ്ധി കാണിക്കുന്നുണ്ട്, രാഷ്ട്രീയ ബുദ്ധി കാണിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. കാരണം തരൂരിന്റെ ഈ പറഞ്ഞ കയ്യാലപ്പുറത്ത് തന്നെ ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതെ അതെ. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇക്കാര്യത്തിൽ സിബിയുടെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു തന്ത്രപരമായ സമീപനമാണ് BJP സ്വീകരിക്കുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരൂരിനെയാണ് BJPക്ക് ആവശ്യം, അല്ലാതെ തരൂരിന്റെ നയതന്ത്ര കഴിവിനെ അല്ല.
അദ്ദേഹത്തിന്റെ ഡിപ്ലോമസിയെ അല്ല. നോക്കൂ, ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പി അങ്ങനെയുള്ള തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പൊ അല്ലാതെ ഇപ്പം ഒരു കഴിവുകൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് തെരഞ്ഞെടുത്തവരുടെ ലിസ്റ്റ് നിങ്ങൾ നോക്കൂ, അഭിലാഷ് നോക്കൂ. അത് ജോൺ ബ്രിട്ടാസ് ഉണ്ട്, അസാവുദ്ദീൻ ഒവൈസി ഉണ്ട്, ശശി തരൂരുണ്ട്, എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അന്നും ഈ കോൺഗ്രസ് കിടന്ന് ഒച്ചയും വിളിയും ബഹളവും ഒക്കെ ഇവിടെ ഉണ്ടാക്കി. പിന്നെ വേറൊരു കാര്യം, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, എത്രയോ പേര് വന്നിട്ടുണ്ട്. അന്നൊന്നും ഈ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ടില്ലല്ലോ, അന്നൊന്നും ഇവർക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ മാത്രം വിഷമം ഉണ്ടായതിന്റെ കാര്യം എന്താന്നുള്ളത് മനസ്സിലായോ? ഈ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനാരോഹണ ചടങ്ങ്, അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ, ഇതൊക്കെ ബഹിഷ്കരിച്ചതുപോലെ ഇതും അങ്ങോട്ട് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ വാർത്തയാകും. പുട്ടിന്റെ സന്ദർശനത്തിന്റെ ആ ഒരു ഖ്യാതി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നിറം കെടുത്തുന്ന രീതിയിൽ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയാക്കാൻ കഴിയുമായിരുന്നവർക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ ആ കൊതിക്കറിവാണ്, ആ ഒരു വിഷമമാണ് ഇവർ തീർത്തത്. ഇതിനു മുൻപ് എത്രയോ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അന്നൊന്നും ഇല്ലായിരുന്നല്ലോ, ഇതൊക്കെ ഈ വിഷമമില്ലായിരുന്നല്ലോ. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണോ ഒരു രാഷ്ട്രത്തലവൻ ഇന്ത്യയിൽ വരുന്നത്? ഇന്ന് വരെ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ, എനിക്ക് മുമ്പ് പറഞ്ഞ ആള് പോലെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ചുകൊണ്ട് പുട്ടിന് കൊടുക്കുന്ന രാഷ്ട്രപതി കൊടുക്കുന്ന അത്താഴം ഇന്ന് ഇവരങ്ങ് ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതാകുമായിരുന്നു ഇന്നത്തെ വാർത്ത. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അവസരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം 4 തവണ 4 രാഷ്ട്രത്തലവന്മാർ വന്ന സമയത്ത് അവരെ കാണുവാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അതല്ലല്ലോ ചോദിച്ചത്. ഇവർക്ക് ഈ അത്താഴ വിരുന്ന് ബഹിഷ്കരിക്കാനുള്ള അവസരമാണല്ലോ നിഷേധിക്കപ്പെട്ടത്. ഇനിയല്ല, ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാനുള്ള അവസരമാണ്, പങ്കെടുക്കുവാനുള്ള അവസരമല്ലേ നഷ്ടപ്പെടുത്തിയത്? പങ്കെടുക്കുവാനുള്ള അവസരമല്ലേ ബഹിഷ്കരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. ആ ബഹിഷ്കരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതാണ് ഇവരുടെ പ്രശ്നം. അല്ലാതെ ഇപ്പം ഇവരുമായിട്ട് സംസാരിക്കണം, 1-to-1 മീറ്റിംഗ് വേണം, അതിന് ആഗ്രഹമുണ്ട് എന്നിവർ ചോദിച്ചിട്ടില്ല, അവസരം ചോദിച്ചിട്ടുമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ, അതായത് ഈ പുട്ടിന്റെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രപതിയുടെ അത്താഴ വിരുന്ന്. ആ അത്താഴ വിരുന്ന് ഇവർ ബഹിഷ്കരിച്ചിരുന്നെങ്കിൽ മഞ്ജുഷ ഇന്നത്തെ നിങ്ങളുടെ ചർച്ച ആകുമായിരുന്നില്ല. വളരെ ഹൈപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇത് വളരെ ഹൈപ്പോത്തറ്റിക്കലാണ്. ഇനി ഇയാൾ വന്നോന്നിരിക്കട്ടെ, അവിടെ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയുമോ ഇല്ലയോ എന്ന് ആർക്കാ ഉറപ്പില്ലത്. കാര്യം ഇയാളുടെ ഹിസ്റ്ററി അതാണ്. എന്താ എപ്പോഴാ എവിടെയെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ അത്താഴം ഇരുന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ പറഞ്ഞ പോലെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചൊരു വലിയ പത്രസമ്മേളനം അവിടെ പോയി, ഇതൊക്കെ ഈ രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കണമെന്ന്. അതായത് ശശി തരൂർ പറഞ്ഞത് പക്ഷേ ഗംഭീരമായ അത്താഴ വിരുന്നായിരുന്നു എന്നാണ് അല്ലെ ഡോക്ടർ ഗോപകുമാർ. അപ്പോൾ ഈ സിബി പറഞ്ഞ കാര്യമുണ്ടല്ലോ, പക്ഷേ ഇദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ നയതന്ത്ര മികവിനെ ഒന്നുമല്ല കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്, പകരം കോൺഗ്രസിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയാണ്. പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഷാബു പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളുമായിട്ട് ഇക്കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രധാനപ്പെട്ടയാൾ തരൂരായിരുന്നു. അല്ല, ഇവിടെ തരൂരിനെ പോലെയുള്ളൊരു പേഴ്സണാലിറ്റി ലോകത്തെല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനിൽ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളും സമീപകാലത്ത് വന്ന ലേഖനങ്ങളും എല്ലാം ഉള്ളപ്പോൾ ശശി തരൂർ ഒരു വലിയൊരു പ്രൈസാണ്, ക്യാച്ച് പോയിൻ്റാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ ഒരാൾ ഗവൺമെൻറ്റിനെ കുറിച്ചും റഷ്യയെക്കുറിച്ചും ഇന്ത്യ റഷ്യ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ആധികാരികമായിട്ട് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് വർദ്ധിക്കുകയും മറുവശത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതോടൊപ്പം തരൂരിനെ പോലെയുള്ളൊരു സ്റ്റേച്ചറിലുള്ള ഒരാളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്ലസ് ഫാക്ടറാണ്. അത് ലോക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ ശ്രദ്ധിക്കുകയും
തരൂരിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡിംഗ് വെച്ച് അദ്ദേഹം പറയുന്നത് ലോകരാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ട് തരൂർ പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ടെക്നിക്കലി കറക്റ്റാണ്. ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഈ നമ്മൾ സമീപകാലത്ത് കണ്ടതാണല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മറ്റ് രാജ്യങ്ങളിൽ പോകാൻ ഏറ്റവും ആദ്യം താല്പര്യം കാണിച്ചത് 2 കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് പ്രാമുഖ്യമുണ്ടായിരുന്നു. 6 കമ്മിറ്റികളിൽ 2 കമ്മിറ്റികളിൽ തന്നെ തരൂറിന് പ്രാമുഖ്യം കൊടുത്തിരുന്നു. മാത്രമല്ല തരൂർ തൻ്റെ നിലപാട് പല രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തർദേശീയ ബന്ധങ്ങളിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങളോടൊപ്പം നിൽക്കുക, രാജ്യം ചെയ്യുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുക, അതാണ് ദേശീയത, അത് വേണം പിന്തുണ. അപ്പോൾ തരൂരിൻ്റെ അത്തരത്തിലുള്ള നിലപാടുകൾക്കൊന്നും ഒരിക്കലും ഗവൺമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല, മറിച്ച് പ്ലസ് പോയിൻ്റേ വരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം, അദ്ദേഹത്തിനുള്ള അക്സെപ്റ്റബിലിറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്യാച്ച് പോയിൻ്റാണ്, ഒരു വലിയൊരു വർത്തി ഫാക്ടറാണ്. അപ്പോൾ ആ വർത്തി ഫാക്ടറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. മറുവശത്ത് പ്രതിപക്ഷത്തിനെ ഒന്ന് എംബ്രാസ് ചെയ്യിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവിടെ ഉണ്ട്. അത് അങ്ങനെ ഒരു രാഷ്ട്രീയം അതിനകത്ത് തീരെ ഇല്ല എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അത് ആ കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമാണ് അവിടെ നിഴലിച്ച് നിൽക്കുന്നത്. കാരണം കോൺഗ്രസ് ക്യാമ്പിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു ഇതിന് പിന്നിലെ ലക്ഷ്യം. അതെന്ത് പറഞ്ഞാലും അത് തർക്കിക്കാനേ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഷാബു പക്ഷേ അക്കാര്യത്തിൽ തർക്കിക്കുകയാണ് അല്ലേ? ഇല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, BJP തീർച്ചയായിട്ടും ഈ ഒരു അവസരം രാഷ്ട്രീയമായിട്ട് ഈ അവസരം ഈ തരൂരിന്റെ ഈ നിലപാട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഞാൻ ചോദിക്കുന്നതല്ല കോൺഗ്രസ് എന്തിനാണ് ഈ അവസരം BJPക്ക് ഇങ്ങനെ തളികയിൽ വെച്ച് കൊടുക്കുന്നത് എന്നാണ്. കോൺഗ്രസ് കൊടുക്കുന്നതല്ലോ, തരൂരായിട്ട് കൊടുക്കുന്നതല്ല. അതെ, ഈ തരൂരിനെ ഇവര് മിണ്ടാതിരുന്നാ പോലെ. എന്തിനാ തരൂര് പോയത്, എന്തിനാ തരൂര് പോയത്? അതേസമയം ഇവർക്ക് പറയാമല്ലോ, ഞങ്ങളുടെ MP ആലോചിച്ച് നോക്കണം, ഇയാൾ ഇപ്പോഴും ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിന്റെ MP ആണ്, കോൺഗ്രസിന്റെ CWC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെയുള്ള കോൺഗ്രസ് നേതാവിനെ തന്നെ വേണ്ടി അതുപോലെ ചടങ്ങിലേക്ക് വേണ്ടി വന്നല്ലോ എന്നിവർക്ക് വേണമെങ്കിൽ അഭിമാനിച്ചൂടെ? അങ്ങനെ ചെയ്യാമല്ലോ. അല്ല, ഇനി തരൂരിനെ ശരി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക എന്ന ഇത് അവർ എടുക്കുന്നില്ല എന്ന് നമുക്ക് ഓക്കെ, അതിനൊരു തന്ത്രപരമായ പ്രാധാന്യമുണ്ടെന്ന് കണക്കാക്കാം. പക്ഷെ ഈ മനുഷ്യൻ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് മഞ്ജുഷേ. ഇപ്പോഴും ആലോചിച്ച് നോക്ക്, ഒരു പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്ന നിസ്സഹായ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്തൊരു ഹെൽപ്ലെസ്നെസ് ആണ്, എത്ര ഭീകരമാണ് ആ അവസ്ഥ, എന്തൊരു എംബാരസ്മെന്റാ. അത് അവര് തന്നെ ഉണ്ടാക്കിയതല്ലേ. BJP അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നത് ചെയ്യും മഞ്ജുഷേ. തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ എതിർപക്ഷത്തു നിന്ന് തങ്ങളുടെ എതിരാളിക്ക് ഒരു പരിക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങളും കളയില്ല. അതാണ് രാഷ്ട്രീയം. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താണ്? ഇപ്പം ബഹുമാനപ്പെട്ട ഗോപകുമാർ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുമ്പിൽ ഒരു പൗരന്റെ കാര്യം നോക്കിയുള്ളൂ. രാജ്യത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു കോള് വന്നു കഴിഞ്ഞാൽ യെസ് പറയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. അത് റിഫ്ലക്സ് ആണത്. അതാണ് തരൂര് ചെയ്യുന്നത്. തരൂരിനെ കൊണ്ട് ഗുണമുണ്ട് ഈ രാജ്യത്തിന്, അതാണ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് അതിന് പുറത്ത് BJP രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകും. അത് സത്യം തന്നെയാണ്. അത് ഷാബു പറഞ്ഞത് ശരിയാണല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിയും അത് ശ്രമിക്കും. അതിൽ വിജയം കാണുന്നത് അത് BJPയുടെ മിടുക്കാണ്. അവിടെ തരൂരാണ് കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ തരൂരിനെ പുറത്താക്കൂ, അത് കോൺഗ്രസിന് സാധിക്കുന്നുമില്ല. എന്നിട്ട് തരൂർ എന്തിനു പോയി, തരൂർ എന്തിന് ഇത് പറയുന്നു എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, അക്കാര്യത്തിൽ ഞാൻ ശ്രീ ഷാബു പ്രസാദിനോട് 100% യോജിക്കുന്നു. കാരണം ഇതൊരു കോൺഗ്രസിന്റെ പ്രശ്നമാണ്, BJP അത് മുതലെടുക്കുന്നു. ഇത് തന്നെയാണല്ലോ നമ്മുടെ വാദം. അല്ലാതെ ശശി തരൂരിന്റെ അതിഭീകരമായ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് BJP ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് മാത്രമേ നമുക്ക് വിരോധമുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് ഇത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി കോൺഗ്രസിന്റെ ഒരു പ്രതിസന്ധി BJP ഉപയോഗിക്കുന്നു. സിമ്പിളായിട്ട് അത്രയും പറഞ്ഞാൽ മതി. വലിയ ആഡംബരങ്ങളൊന്നും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടി എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്, സർക്കാർ തരൂരിന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നു. സിമ്പിൾ. അതെ, അത് രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ള ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു നെറേറ്റീവ് നമ്മുടെ എൻ്റെ ചർച്ചയിൽ വരുന്നുണ്ട്. ആ നെറേറ്റീവ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശശി തരൂരിനെ കമ്മിറ്റി ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് എതിർത്തു എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ശശി തരൂരിനെ കോൺഗ്രസിനോട് ആലോചിക്കാതെ കോൺഗ്രസ് പ്രതിയായിട്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് തർക്കം. കാരണം കോൺഗ്രസ് പ്രതിയായിട്ട് ആരെ ഉൾപ്പെടുത്തണം എന്നുള്ളത് കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പകരം സർക്കാർ അങ്ങ് തീരുമാനിച്ച ഒരാളിനെ അങ്ങ് എടുക്കുകയായിരുന്നു.
അപ്പൊ അതിനു മുന്നുള്ള ഒരു ചർച്ചകളും ഒരു സംഭവങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ജനാധിപത്യത്തിന്റെ ഒരു സംവാദ മാർഗവും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ശശി തരൂരിനെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതല്ല. ശശി തരൂർ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച, പ്രത്യേകിച്ച് ഇന്ന് സമകാലിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു എന്താ പറയുന്നത്, ഒരു ഡിപ്ലോമാറ്റ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹം വളരെ മികച്ച പ്രകടനം, അദ്ദേഹം ആ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാർ, നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് നാളെ നിങ്ങളുടെ പാർട്ടിയിൽ വന്ന് നാളെ ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നിലവില് BJP പ്രതിപക്ഷത്താണെന്ന് കരുതുക. BJP പ്രതിപക്ഷത്താണ്, നരേന്ദ്രമോദിയാണ് പ്രതിപക്ഷ നേതാവ് എന്നും കരുതുക. അപ്പൊ ഇതുപോലൊരു കമ്മിറ്റിയില് BJPയോട് ആലോചിക്കാതെ ഒരു പക്ഷേ രാജ്നാഥ് സിംഗിനെയോ അല്ലെങ്കിൽ അതുപോലെ അശ്വിനി വൈഷ്ണവിനെയോ ഒരു കമ്മിറ്റിയിൽ ഏകപക്ഷീയമായിട്ട് ഉൾപ്പെടുത്തുകയാണ് എന്ന് വന്നാൽ BJP മിണ്ടാതിരിക്കുമോ, പ്രതികരിക്കാതിരിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, ഇതുപോലൊരു വിരുന്ന് നടക്കുന്നു, ആ വിരുന്ന് നടക്കും അതെ അല്ല ആ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. ആ പ്രതികരണം പറഞ്ഞ പോലെ അല്ല. രണ്ടാമത്തത്, ഇതുപോലെ പുടിന്റെ ഒരു സന്ദർശനം വരുമ്പോ ശ്രീ നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിന് പകരം ഐശ്വരി വൈഷ്ണവിനെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് മുന്നിലിരുത്തുന്നു. അപ്പൊ നിങ്ങൾ BJPക്കാർ മിണ്ടാതിരിക്കും, വളരെ നന്നായി, ഞങ്ങൾ സംസാരിക്കുന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളിനെ ക്ഷണിച്ചല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെയല്ല, ഇതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ജനാധിപത്യത്തിൽ ചില പ്രോട്ടോകോളുണ്ട്, ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതെ. അപ്പൊ ഇദ്ദേഹം പോകുന്നു എന്നുള്ളത് അദ്ദേഹം മറ്റേ പാർട്ടി അറിയിക്കാതെ ചെയ്യുന്നു എന്നുള്ളത്, ഇത് വേണമെങ്കിൽ വളരെ നിഷ്പ്രയാസം BJPക്ക് കുറച്ചുകൂടെ ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യാം, സർക്കാരിന് കൈകാര്യം ചെയ്യാം. പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം, ശശി തരൂരിനെ വിളിക്കാം, പ്രശ്നം തീർന്നു. പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതെ ശശി തരൂരിനെ മാത്രം വിളിക്കുമ്പോൾ അവർ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമുണ്ട്, ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ലാണല്ലോ സംസാരിക്കുന്നത്. എന്ത് വിശ്വസിച്ചാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങിലേക്ക് വിളിക്കുക? രാജ്യത്തിന് താങ്ങാൻ കഴിയില്ലതൊന്നും. രാജ്യത്തിന് ഇതുപോലെയുള്ള ഒരു മനുഷ്യന്റെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രധാന കാരണം തന്നെയാണത്. എനിക്ക് തോന്നുന്നത് ഈ ശ്രീ ഷാബു പ്രസാദ് ITസിൽ നടക്കുന്ന എല്ലാ ഡീപ് ഫേക്ക് വീഡിയോസും കൃത്യമായി കാണുന്ന ഒരാളാണെന്നാണ്. അതുകൊണ്ട് തന്നെ വെറും കോമൺ സെൻസ് മതി. ഒരു ഡീപ് സ്റ്റേറ്റും കാണണ്ട, ഒരു ഡീപ് വീഡിയോയും കാണണ്ട. സാധാരണ മനുഷ്യന്റെ സാധാരണ കോമൺ സെൻസ് മതി. എന്തായാലും ഈ പറഞ്ഞ എനിക്ക് ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് താല്പര്യമുണ്ട്. കാരണം ഒരു ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റും. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ചിലപ്പോ അല്ലെങ്കിൽ മറ്റു ചില ഉന്നത നേതാക്കന്മാർക്ക് അത് പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്കുണ്ട് കേട്ടോ. അതായത് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ഫിസിക്സിന്റെ നോബൽ പ്രൈസ് കിട്ടാതെ പോയി. ആ മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിന്റെ ആ രഹസ്യമൊക്കെ ആ വിദേശത്ത് പോയി അവതരിപ്പിച്ചപ്പം, അതുപോലെ ഉരുളക്കഴിഞ്ഞ് സ്വർണം ഉണ്ടാക്കുന്ന വിദ്യയൊക്കെ, അതിനൊക്കെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടേണ്ടതായിരുന്നു. അതിന്റെ പിന്നിലും നരേന്ദ്രമോദി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അല്ല, ഞാൻ നിങ്ങളുടെ വാദങ്ങളെ അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് ഇപ്പൊ ഇതിനകത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നോബൽ പ്രൈസ് കിട്ടേണ്ട മഹത്തായ ബുദ്ധിയുള്ള ഒരാളാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ എടുത്താൽ പൊങ്ങാത്ത സബ്ജക്റ്റുകളെടുത്ത് സംസാരിച്ചിട്ടുണ്ടാവും. അത് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയ നേതാവെന്നതിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ 100 MPമാരുടെ നേതാവാണ് അദ്ദേഹം. അപ്പം ആ ഒരു തലത്തിൽ ഗവൺമെന്റ് ഒരു പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മനുഷ്യൻ ഈ ചർച്ച ബഹിഷ്കരിക്കില്ല, രാഹുലാണോ തരൂരാണോ? അല്ല, രാഹുലിലേക്ക് ചർച്ച പോകേണ്ട, തരൂരിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, ഡോക്ടർ ജി ഗോപു, മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഇപ്പോൾ ഈ അത്താഴ വിരുന്നിന്റെ തൊട്ട് തലേദിവസമാണ് തരൂരിൻ്റെതായിട്ടുള്ള മറ്റൊരു ലേഖനം വന്നത്. അവിടെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു, തുടർച്ചയായിട്ട് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനെ കുറിച്ച്. ശരിയാണ്, പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് നല്ല കാര്യമല്ല. അപ്പോൾ അതിനെതിരെ സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ എവിടെ ഇരുന്നു കൊണ്ടാണ് തരൂർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അതും കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട്, കോൺഗ്രസിന്റെ ഒരു MP എന്ന നിലയിലാണ്. അവിടെയും പ്രതിരോധത്തിലാക്കുകയായിരുന്നുവല്ലോ. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല മഞ്ജുഷ, അതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്യണം. അതായത് അദ്ദേഹം ഈ പറഞ്ഞ ന്യായീകരിച്ച, അതായത് നിങ്ങൾ എന്തുകൊണ്ട് സഭാ നടപടികൾ സ്തംഭിപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ഇതേ അദ്ദേഹം തന്നെ എന്തുകൊണ്ടാണ് എന്റെ നേതാവിനെ നിങ്ങൾ വിളിക്കാത്തതെന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? ഇതിൽ ചോദിച്ചിട്ടില്ല, അത് അറിഞ്ഞില്ല എന്നാണ് ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഒഴിവാക്കരുത്. അദ്ദേഹം അത് ആ നിലയ്ക്ക് അദ്ദേഹം
ഒരല്പം വിമർശനം ഗവൺമെൻറ്റിനെതിരെയും പറഞ്ഞു. അതായത് പാർലമെൻ്ററി ഡെമോക്രസിയിൽ പാർലമെൻറ്റിലെ അംഗങ്ങൾ ഡിസ്റപ്ഷൻ മാത്രമാണ് നടത്തിയാൽ ഭരണകക്ഷിക്ക് അതൊരു എളുപ്പ വഴിയാകും. വോട്ടിനിടാതെ തന്നെ ഐക്യകണ്ഠേനെ പാസ്സാക്കാൻ പറ്റും. കാരണം ഇവരെല്ലാം പ്രതിപക്ഷം ബഹളമുണ്ടാക്കി പുറത്തു പോകുമ്പോൾ ട്രഷറി ബെഞ്ചസ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. പിന്നെ പ്രമേയങ്ങൾ പാസ്സാവുകയാണ് ഐക്യകണ്ഠേന്. അപ്പോൾ ഭരണകക്ഷിക്ക് സ്റ്റീം റോളർ മെജോറിറ്റി കൊണ്ടുവരാനുള്ളൊരു അവസരമാക്കി അതിനെ മാറ്റും. അതുകൊണ്ട് ഡിസ്റപ്ഷൻ അല്ല പാർലമെൻറ്റിൽ വേണ്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭരണകക്ഷിയെ വിമർശിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം അത് അദ്ദേഹത്തിന്റെ എല്ലാ ലേഖനത്തിലും അങ്ങനെയാണല്ലോ. മേമ്പൊടിക്ക് വേണ്ടി അദ്ദേഹം ഭരണകക്ഷിയെ വിമർശിക്കും. പക്ഷേ കാര്യങ്ങളിൽ അതിന്റെ ഒരു ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെതിരെയുള്ള വിമർശനമായിരിക്കും. അതെ, അത് ഇപ്പം തന്നെ സംശയമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നമ്മുടെ നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും ഏത് കക്ഷി ഭരിക്കുമ്പോഴും ഈ റെഗുലറായിട്ട് ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്നത് നല്ലൊരു കാര്യമല്ല. പാർലമെൻറ്റ് കൂടുന്നത് ചർച്ചയ്ക്കാണ്. ചർച്ചയ്ക്കകത്ത് ചർച്ച ചെയ്ത് വോട്ടിനിട്ട് തോൽപ്പിക്കുകയോ വിജയിക്കുകയോ ആവട്ടെ, അവിടെ നടക്കുന്ന ചർച്ചകൾ രാജ്യം ശ്രദ്ധിക്കും. ഒരു രാജ്യത്തിൻ്റെ കണ്ണാടിയായിട്ട് പ്രവർത്തിക്കേണ്ട പാർലമെൻറ്റ് പ്രവർത്തന ക്ഷമത നഷ്ടപ്പെടുകയും ബഹളം വെച്ച് പുറത്തു പോവുകയും ബാക്കി സമയത്ത് എളുപ്പം പാസ്സാകുകയും ചെയ്യുമ്പോൾ പാർലമെൻറ്റിലെ യഥാർത്ഥത്തിലുള്ള ഡെലിബറേഷൻ എത്ര കുറവാണ്. അത് ജനാധിപത്യത്തിന് ഇതൊക്കെ പറയുന്നത് അതെന്തായാലും കോൺഗ്രസിനെ വെട്ടിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അത് തന്നെയായിരുന്നല്ലോ കുടുംബാധിപത്യത്തിന്റെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞത്. അതൊരു വലിയൊരു ലേഖനമായിരുന്നു. ആ ലേഖനം ഞാൻ വായിച്ചു. ആ വലിയൊരു ലേഖനമായിരുന്നു. ആ ലേഖനം പരത്തി പറഞ്ഞ് നല്ല റിസർച്ച് ചെയ്ത് മിക്ക രാഷ്ട്രീയ പാർട്ടികളിൽ ഇതുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. അത് BJP അറ്റാക്ക് ചെയ്യാതെ, എന്നാൽ ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തുടക്കം നെഹ്റു കുടുംബത്തിൽ നിന്ന് പ്രാദേശിക പാർട്ടികളിലേക്ക് പോയി. അപ്പോൾ അതൊരു ട്രെൻഡായിട്ട് വരുന്നു. അത് ജനാധിപത്യത്തിന് ഭൂഷണം. ഇതൊക്കെ നല്ല കാര്യം. അദ്ദേഹം നല്ല പ്രശസ്തനാണ്. 24 വയസ്സിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത് വളരെ കേമനാണ്, സമ്മതിച്ചു. പക്ഷേ ഇതെല്ലാം ഒരു പാർട്ടിക്ക് അകത്തു നിന്ന് ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളും പുറത്ത് ലേഖനങ്ങളായിട്ട് എഴുതുമ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു ഇമേജ് എന്താണ്? അപ്പോൾ എന്നാൽ എന്തുകൊണ്ട് ഇദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഈ കുടുംബാധിപത്യത്തെ ചോദ്യം ചെയ്തില്ല? 2009 ചോദ്യം ചെയ്യാമായിരുന്നല്ലോ. അന്ന് ഇവിടെ പോയി വിമർശനം. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനൊരു ഭാവിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഗവൺമെൻറ്റിനെ വിമർശിച്ച് പുറത്തു പോകാൻ പറ്റുമോ അതിനൊരു പാറ്റേണാണ് ഒരു വശത്ത് ശ്രമിക്കുന്നത്. ഭരണകക്ഷിയെ പ്രതിപക്ഷത്തിനെ വിമർശിച്ച് എത്രത്തോളം അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പുറത്താക്കും. ആ പുറത്താക്കുന്നത് കാത്താണ് ഈ ശ്രമം നടത്തുന്നത്. പക്ഷേ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അതിനകത്ത് മറ്റൊരു ഘടകമുണ്ട്. ഈ പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യ 100 എന്നുള്ളൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. പപ്പു യാദവിനെ കൂടെ ചേർത്താണ് 100 ആയത്. അപ്പോൾ അത് ബലത്തിൽ 99 മാറും ഇദ്ദേഹം പുറത്ത് പോയി കഴിഞ്ഞാൽ. പപ്പു യാദവ് ജോയിൻ ചെയ്തപ്പോഴാണ് 100 ആയത്. 99 ജയിച്ചത്. അപ്പോൾ അതിലൊരു സീറ്റ് പോയി കഴിഞ്ഞാൽ 99 മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും പ്രതിപക്ഷം ശുഷ്കമാവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും അത് ചെയ്യില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓഫ് പൊളിറ്റിക്സിൽ നമുക്ക് തരൂരിൽ നിന്ന് ഇനി ഭാവിയിലും പ്രതീക്ഷിക്കും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനെ അത് വലിയ രീതിയിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെ കേരളത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിന് നല്ല വിമർശനം കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അദ്ദേഹത്തിനെ കരിങ്കൊടി കാണിക്കാൻ പോലും തയ്യാറാവും ആൾക്കാർ, കോൺഗ്രസ് പ്രവർത്തകർന്നാണ് നമ്മൾ കേട്ടതാണ്. പ്രത്യേകിച്ച് രാജ്ഭവൻ ഉണ്ണിത്താനും കെ മുരളീധരനും ഒക്കെ നല്ല ശക്തമായിട്ട് വിമർശിച്ചല്ലോ, വളരെ ഗംഭീരമായിട്ട് വിമർശിച്ചു. ഇനിയും പലരും വിമർശിക്കാൻ കൂടുതൽ ആൾക്കാർ വരും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം മാറി നിന്നത്. അപ്പോൾ തരൂരിലേക്ക് ചർച്ച വന്നു കഴിഞ്ഞാൽ തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ പറയുന്ന ഈ കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ പഴയ കാലത്തും ഉണ്ടായിരുന്നു. ഡിസ്റപ്ഷൻ പഴയ കാലത്തുണ്ടായിരുന്നു. അത് പുതിയ സംഭവമല്ല. കുടുംബവാഴ്ച 1971 കാണാമായിരുന്നു, 69 കാണാം എന്ന് ഇത്ര കാലമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യം. അതൊക്കെ വിമർശിക്കുന്ന ഒരാൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അന്നത്തെ ഭരണകക്ഷിയിൽ മുഖ്യധാരയിൽ ചേർന്നപ്പോൾ അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു പോയിൻ്റ് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഒരു പാർലമെൻ്ററി പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി ടിക്കറ്റിൽ ജയിച്ച ഒരാൾ അദ്ദേഹം കാണിക്കുന്നത് ധാർമ്മികമല്ല. ഷാബു, അദ്ദേഹം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയല്ലേ നല്ലത്? ഇല്ല, ഇപ്പൊ ഞാൻ ശ്രീ ഗോപകുമാർ പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ യോജിപ്പുണ്ട്. ഒരു പാർലമെന്റ് ഒരു പാർട്ടിയുടെ ലേബലിൽ പാർലമെന്റിൽ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചു വന്ന ഒരാൾ ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹം കോൺഗ്രസ് വിപ്പിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കെതിരെ പാർലമെന്റിലോ പുറത്തോ പ്രസംഗിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ആ പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പരിധിവരെയെങ്കിലും നമുക്കത് അംഗീകരിക്കാം. അങ്ങനെയെങ്കിൽ ആ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിനും അവകാശമുണ്ട്. ഒരു സംഘടന വലിയ ദോഷമല്ലേ അദ്ദേഹം വരുത്തുന്ന ഈ കാര്യങ്ങൾ? അല്ലെന്ന് കോൺഗ്രസ് എന്തിനാണ് അത് അനുവദിക്കുന്നത്? ഇപ്പോഴും തരൂര് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണെന്നേ. കുറഞ്ഞ പക്ഷം
വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് തരൂരിനെ പുറത്താക്കാൻ ഇവർക്ക് ഒഴിവാക്കിക്കൂടെ? കുറഞ്ഞ പക്ഷം വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പൊ വിളിക്കുന്നൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ സാങ്കേതികമായിട്ടെങ്കിലും തരൂർ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉന്നത ബോഡിയാണ്. പക്ഷെ കോൺഗ്രസിന്റെ യോഗങ്ങളിലൊന്നും അദ്ദേഹം പോകാറുമില്ല അല്ലേ? പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല. അത് അദ്ദേഹം കുടുംബാധിപത്യത്തിനെ ആർക്കെങ്കിലും ശ്യാമപ്രസാദ് പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ്. കാരണം വർക്കിംഗ് കമ്മിറ്റിയിൽ പിന്നെ എന്തിനു നിലനിർത്തുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പാർലമെന്റിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം സ്വതന്ത്രനായി വേറൊരു സീറ്റിൽ പോയി നിൽക്കുകയും വോട്ട് എതിരായിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ ഉന്നത കമ്മിറ്റി എന്ന് പറയുന്നത് വർക്കിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ വർക്കിംഗ് കമ്മിറ്റി തുടർന്നു കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കളി കളിക്കാൻ പാടില്ല. മാത്രമല്ല, ഇത് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ സിസ്റ്റമല്ല. ഭരണകക്ഷിക്ക് അകത്തിരുന്നുകൊണ്ട് വിമർശിക്കാൻ, ഇത് പാർലമെന്ററി രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് ഈ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ അച്ചടക്കത്തിന് വിധേയമായി തന്നെ പ്രവർത്തിക്കണം. ഒരു കാര്യം ശ്രീ ഗോപകുമാർ, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം കുടുംബാധിപത്യത്തിനെതിരെ സംസാരിച്ചു. ഈ രാജ്യത്ത് കുടുംബാധിപത്യമുള്ള എത്ര പാർട്ടികളുണ്ട്? എത്ര പാർട്ടികളുണ്ടാവും? രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യം നല്ലതാണ് എന്ന അഭിപ്രായം അങ്ങേക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു നല്ല പ്രവണതയല്ല. അതിനെ ഒരു വിശാലമായ അർത്ഥത്തിൽ അത് എന്നെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് നമ്മൾ കരുതുന്നത് എന്തിനാണ്? കുടുംബാധിപത്യം നല്ലതല്ല. അതിനെതിരെ തരൂരിനെ പോലെ പരിചയസമ്പന്നനായ ലോകപരിചയമുള്ള ഒരു വ്യക്തി അതിനെ ആ രീതിയിൽ എഴുതുന്നതിനെ ആ അർത്ഥത്തിൽ എടുത്താൽ പോരെന്നേ. എന്തായാലും കോൺഗ്രസിന് കഴിയുകയില്ല. കാരണം കോൺഗ്രസിനെതിരെ മറ്റു പാർട്ടികൾ ഉന്നയിക്കുന്ന വിമർശനമാണത്. തരൂർ ഇതൊന്നും അറിയാതെയാണോ പാർലമെന്ററി പാർട്ടിയിൽ ചേർന്നത്? 1900 അല്ല, അത് തരൂർ എന്ന് പറയുന്നുണ്ടായിരുന്നു. വളരെ വലിയ രീതിയിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതായത് രാജിവെക്കുമോ കോൺഗ്രസിൽ നിന്ന് ചോദിച്ച സമയത്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ആലോചിച്ചെടുത്ത തീരുമാനമാണ് പാർട്ടിയിൽ ചേരുന്നതിന്. അപ്പോൾ അത് ഞാൻ അങ്ങനെ മാറുന്നൊന്നുമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവിടെ പറയുമ്പോൾ രണ്ട് വശത്ത് നല്ലൊരു ഡിപ്ലോമാറ്റിൻ്റെ റോള് കളിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അന്ന് 2009 അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അദ്ദേഹം അന്ന് വന്നപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ, അത് മത്സരിച്ച് തോറ്റപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കുടുംബവാഴ്ച ഇല്ലായിരുന്നോ? അപ്പോഴും കുടുംബവാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഹിപ്പോക്രാറ്റിക്കലായിട്ടല്ല ഇപ്പോൾ പറയുന്നത്. പൊടുന്നനവെയാണോ കുടുംബവാഴ്ച കണ്ടുപിടിച്ചത്? അതാണ് അവിടെയാണ് അഭിപ്രായ വ്യത്യാസം. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വീണ്ടും തരൂർ പ്രശ്നമുണ്ടാക്കുകയാണല്ലോ. ഇന്നലത്തെ അത്താഴ വിരുന്ന് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അതിനെക്കുറിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വളരെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന മുഴുവൻ സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നും കൂടുതലായി ലഭിക്കാനില്ല. അപ്പൊ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ശശി തരൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് വരുമ്പോൾ അറിയത്തില്ലേ, ഇത് മോത്തിലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ്, ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ്, രാജീവ് ഗാന്ധിയുടെ പാർട്ടിയാണ്, സോണിയാഗാന്ധിയുടെ പാർട്ടിയാണ്, രാഹുൽ ഗാന്ധിയുടെ പാർട്ടി. ഇതൊക്കെ അറിയാതാണോ പുള്ളി ഇങ്ങോട്ട് വന്നത്? അപ്പോ ബാൻ കി മൂണിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് അഭയം കൊടുത്തത് സോണിയാഗാന്ധിയാണ്. എന്നിട്ട് അറിയാമല്ലോ നമ്മൾ അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനം കൊടുത്തു. ഞാൻ 1968 രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എനിക്ക് എന്നാണ് ഒരു പാർലമെന്റ് അംഗമാകാൻ പറ്റിയത്. അദ്ദേഹം പാർലമെന്റ് അംഗമായി, കേന്ദ്രമന്ത്രിയായി. ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്നും പോയിട്ടില്ല. ഇപ്പം പൂന്താനത്തിന് ജ്ഞാനപ്പാന പറയുന്നത് പോലെയാണ് ഇപ്പം സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നത് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. അതാണ് 10 കെട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യം. ഇങ്ങനെ ആർത്തി മൂത്ത് നടക്കുകയാണ് അയാള്. അയാൾക്കിനി എന്തോക്കെ മനസ്സിലെ ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് നിന്നാൽ അത് പൂവണിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അയാള് സ്വയം പുറത്തു പോകുന്നതല്ലാതെ അയാളെ പാർട്ടി പുറത്താക്കേണ്ടതില്ല എന്ന തീരുമാനമാണ്. അപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷം കെട്ടി ചമഞ്ഞ് പോകാമെന്നുള്ള ധാരണ വേണ്ടെന്നുള്ളതാണ്. പക്ഷേ എത്ര നാൾ ഇത് സഹിക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? അതെ, ഇപ്പൊ പാർട്ടി ഭൂമിയോളം ക്ഷമിച്ചു. ഇനി ക്ഷമിക്കുന്ന
കണ്ടറിയണം. കാര്യം പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ മുറിച്ചു തന്നെ മാറ്റണം. മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന് അമാന്തം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ വൈകാതെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഹൈക്കമാൻഡ്. അതിന് യാതൊരു തർക്കവുമില്ല. ഇത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് തന്നെയാണല്ലോ, വൈകാതെ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന്. പക്ഷേ വൈകിപ്പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും? മഞ്ജുനാഥെ, ഇതിപ്പോ നമുക്ക് ഇതിനകത്തൊക്കെ അഭിപ്രായം പറയാനല്ലേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലയോ? അയാള് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആള്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന തലത്തിലല്ലോ, ദേശീയ തലത്തിലാണ്. ദേശീയ തലത്തിലുള്ള നേതൃത്വം എന്തെങ്കിലും ഒന്ന് കണ്ടു കാണും. കാണാതെ ഈ അച്ചടക്ക രാഹിത്യം വെച്ച് പൊറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ലല്ലോ. ഓരോന്നിലും തരൂരിന് ഓരോ ന്യായീകരണമുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ അത്താഴ വിരുന്നിൽ പങ്കെടുത്തതിൽ അദ്ദേഹം പറയുന്ന ന്യായം വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി എന്നാണ്. അങ്ങനെ ഓരോന്നിലും ഓരോ ന്യായമുണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമില്ലേ, ഒരു പൈതൃകമില്ലേ, പഴയ കാലത്തെ ചില പ്രസിഡന്റുകളില്ലേ. അപ്പോ വിദേശ രാജ്യത്തിലെ രാഷ്ട്രത്തലവന്മാർ വരുമ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ രാജ്യത്തിനൊരു ഭരണഘടന കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഏതാണ്ട് 55 വർഷം തുടർച്ചയായിട്ട് ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ആ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ അല്ലേ ഇതിന് ക്ഷണിക്കുന്നത്? ശശി തരൂരാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹം പറയുന്നതിന് ഓരോന്നിനും ഓരോ കാരണം കണ്ടുപിടിക്കുകയാണ്. അതൊന്നുമല്ല. സാധാരണ രാഷ്ട്രത്തലവന്മാർ വരുമ്പോ പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്യുന്നത് അവരന്വേഷിക്കുന്നതും കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്നല്ലേ, പ്രതിപക്ഷ നേതാവ് ആരാന്നല്ലേ, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ. അപ്പൊ അതൊന്നും അല്ല കാരണം. കാര്യം ശശി തരൂരിനെ കൂടുതൽ ഇക്കിളിപ്പെടുത്തുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ പുതിയ പോളിസി. അതിനോരോ അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുകയാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? അതോ ശശി തരൂരിന്റെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നു എന്നാണോ? അതല്ലല്ലോ. ആടിക്കളിയടാ കൊച്ചുരാമ, ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ആടിക്കളിക്കാൻ പറയുമ്പോൾ ആടിക്കളിക്കുന്നു, ചാടിക്കളിക്കാൻ പറയുമ്പോൾ ചാടിക്കളിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോ അതിനപ്പുറം ഇതിനൊന്നും ഞാൻ യാതൊരു പ്രസക്തിയും കാണുന്നില്ല. ശശി തരൂര് എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ് വിട്ടുപോയാൽ ആ പേര് അവർക്ക് ഉപയോഗിക്കാമെന്നല്ല വേറൊരു പ്രയോജനമില്ല. ഒരു കിളിക്കുഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം പോകുമെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ശരി, നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചതിന്. ശ്രീ ഷാബു പ്രസാദ്, രാജ്മോഹൻ ഉണ്ണിത്താനാണ് വളരെ ആർജവത്തോടു കൂടി തരൂരിനെതിരെ സംസാരിക്കുന്നത്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. താങ്കളുടെ ഒരു പ്രതികരണം ഉണ്ണിത്താൻ പറഞ്ഞതിന്? ജ്ഞാനപ്പാനെയൊക്കെ ഉദ്ധരിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് അദ്ദേഹം യാതൊരു രാഷ്ട്രീയ മോഹങ്ങളും ഇല്ലാത്ത സർവസംഘ പരിത്യാഗിയായ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച, മഹാത്മാഗാന്ധിക്ക് ശേഷം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ആ ഒരു മഹാനായ രാഷ്ട്രീയ നേതാവിന്റെ ആ മഹത്വചനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഞാനും ബഹുമാനിക്കുന്നുണ്ട്. രാഷ്ട്രീയ മോഹങ്ങളൊക്കെ ആർക്കാ ഇല്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടാകും. പിന്നെ ശശി തരൂര് കോൺഗ്രസിൽ നിന്ന് ചാടാൻ നിൽക്കുന്നു എന്ന് പറയുന്നു, ശരിയാണത്. അതായത് അതൊരു ബേണിംഗ് ഷിപ്പാണ് എന്ന് മനസ്സിലാക്കി ബുദ്ധിമാനായ അദ്ദേഹം അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. എത്ര പേര് കോൺഗ്രസിൽ നിന്ന് ചാടി? അതൊരു മുങ്ങുന്ന കപ്പലാണ്. അപ്പം ജീവൻ കൊതിയുള്ളവരും ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർ അതിൽ നിന്ന് ചാടുക തന്നെ ചെയ്യും. അതിൻ്റെ അതൊരു സംശയമില്ല. അതിന് കിടന്ന് ഇങ്ങനെ നിലവിളിച്ചിട്ട് ജ്ഞാനപ്പാനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ചാനലിൽ വന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പാർട്ടിയിലുള്ള പ്രതീക്ഷ പാർട്ടിക്കാർക്കും പാർട്ടിയിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ചുരുക്കം ചില നേതാക്കൾ തരൂരിനെതിരെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ചിട്ടും ഒരു കാര്യവുമില്ലല്ലോ. ഇതെല്ലാം തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും ഇപ്പോഴും തുടരുകയാണ് തരൂർ. അപ്പോൾ ഉണ്ണിത്താനെ പോലെയുള്ളവർ വിലപിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ. മനുഷ്യ, ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പോ കോൺഗ്രസിനെ പറ്റി പറയുന്നത്, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അവരെന്തുകൊണ്ടാണ് അവരുടെ ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനം എടുക്കാത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ തരൂരി വിമർശിക്കുന്ന, ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടല്ലോ. അദ്ദേഹത്തിന് അത് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് ഈ വിമർശനം ഉന്നയിച്ചുകൂടെ? അപ്പൊ അതിനകത്ത് കുറച്ചുകൂടി ഒരു ശക്തി വരില്ലേ? അതായത് അത്തരം ഒരു അന്തസ്സ് ശശി തരൂരല്ലേ കാണിക്കേണ്ട അത്തരം ഒരു സന്ദർഭത്തിൽ? ഇപ്പൊ എനിക്ക് ഒരു തരത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഉന്നതാധികാര സമിതിയിൽ ഇരുന്ന് ആ പ്രസ്ഥാനത്തെ നിരന്തരം വിമർശിക്കുന്നതിന് പകരം ആ പ്രസ്ഥാനത്തെ വിട്ടിട്ട് ആ പ്രസ്ഥാനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി അന്തസ്സായിട്ട് ജനങ്ങളെ നേരിടുക എന്നുള്ളതല്ലേ ജനാധിപത്യം? അങ്ങനെ എത്രയോ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്.
ഇയാളെ അങ്ങനെ അവര് കളയുന്നില്ല അവര് വിചാരിക്കുക ഉദാഹരണമായിട്ട് അല്ലല്ല അദ്ദേഹത്തെ അവർ കളയാത്തത് അവരുടെ തന്ത്രമാണെങ്കിൽ പോകാത്തത് ഇദ്ദേഹത്തിന്റെ തന്ത്രമാണ്. സിമ്പിൾ. എന്താ അപ്പൊ നമ്മൾ ഈ വിമർശനം അല്ലല്ല ശ്രീ ശ്യാമപ്രസാദ്, എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ഉന്നയിക്കുന്ന വിമർശനം വളരെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ, വളരെ ജെനുവിൻ ആണെങ്കിൽ എനിക്കതിനകത്തൊരു പ്രതികരണ ശേഷി കൂടി ഉണ്ടാവണം. ഇത് നിങ്ങൾ നിരന്തരമായി വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അകത്ത് തന്നെ നിങ്ങൾ നിൽക്കണം. അതിന്റെ ഏറ്റവും ഉന്നതാധികാര സമിതിയിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ മര്യാദയ്ക്ക് അനുസരിച്ച് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക. ഇത് രണ്ടും ചെയ്യാതെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കാണിക്കുന്നത് വരുത്താമല്ലോ ശ്രീ സിബി. പ്രസ്ഥാനത്തിന് പുറത്തു പോയി തിരുത്തുന്നതിനേക്കാൾ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് തിരുത്തുന്നു അല്ലേ? അതല്ലേ നടക്കുകയുള്ളൂ. 99 പേര് എതിർക്കുന്ന ഒരാൾ മാത്രം അനുകൂലിക്കുകയും ചെയ്താൽ പ്രസ്ഥാനം തിരുത്തപ്പെടുവോ മഞ്ജുഷേ? തിരുത്തണോ തിരുത്തപ്പെടണോ വേണ്ടിയോ എന്നുള്ളത് പ്രസ്ഥാനമാണ് തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് വേറെ, ഞാൻ ശശി തരൂരിനെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ശശി തരൂർ ഒരു വലിയ എന്താ പറയുക, അറിവുള്ള മനുഷ്യനാണ്, നോളജബിൾ ആണ്, ഡിപ്ലോമാറ്റ് ആണ്. അദ്ദേഹം കടന്നുപോയ അദ്ദേഹത്തിന്റെ IQ ഒക്കെ വേറെ ലെവലാണ്. നമുക്ക് ഒരു ഇന്ത്യക്കാരൻ നിലയിൽ അഭിമാനം തോന്നുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ബോംബെയില് ശശി തരൂർ വരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പല പരിപാടികളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് പോയിട്ടുണ്ട്. കാരണം നമുക്ക് വളരെ അഭിമാനമാണ്, ഒരു മലയാളിയാണ്. അന്നത്തെ ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിന്റെ പരിപാടികളിൽ ഇദ്ദേഹം വന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു ഇന്ത്യയിലെ ഒരു ഹുയിസു മൊത്തം അദ്ദേഹത്തെ ഇങ്ങനെ ആരാധനയോടെ നോക്കിയിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് കോൾമേർ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു ആരാധകരാണ് ഞാനും എന്ന് തന്നെ പറയാം. പക്ഷെ അത് നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയപരമായിട്ട് ശശി തരൂരിനെ എടുത്തു നോക്കിയാൽ 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് MP ആയ ആളാണ് അദ്ദേഹം. എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്, തിരുവനന്തപുരത്തെ ശരാശരി കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും ആക്സസ് ഇല്ല. ഈ 4 ടേമിന് ശേഷവും അദ്ദേഹത്തിന് ആക്സസ് ഇല്ല. പറയാൻ മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഒരുപക്ഷെ കഴിഞ്ഞ തവണ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ പാർലമെന്റ് സീറ്റുകളും നല്ല ഭൂരിപക്ഷത്തിൽ, വ്യക്തമായ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ അതിനകത്ത് കഷ്ടിച്ച് കടന്നുകൂടിയ ഒരാളാണ് ശശി തരൂർ. ഞാൻ പറയുന്നത് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക്, അദ്ദേഹത്തിന്റെ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയ്ക്കും പാർലമെന്റ് അംഗം എന്ന നിലയ്ക്കും ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ആ ഒരു സംഭവം കൂടി എനിക്ക് തോന്നുന്നു. ശശി തരൂരിനാണ് വാസ്തവത്തിൽ തരൂരിനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വലിയ മതിപ്പൊന്നുമില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ പല രീതിയിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കിട്ടുന്ന എവിടെ നിന്നാണെന്നറിയാമോ? ഇതേ ഹൈക്കമാൻഡാണ്. അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡാണ് അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ആക്സസ് ആവുന്നില്ല എന്നുള്ള ഫാക്ടർ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിനെ കുറിച്ച് ഒത്തിരി ആരോപണമുണ്ട്. ആരോപണത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മറ്റ് പാർട്ടിക്കാരുടെ പേഴ്സണൽ സ്റ്റാഫ് പോലെയല്ല ഇവർ പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്നുള്ള. പക്ഷേ അങ്ങനെ വരുമ്പോഴും KPC ഞാനൊരിക്കൽ ഒരു നേതാവ് പറഞ്ഞൊരു കാര്യം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ, ഒരു ചാനൽ ഡിസ്കഷനിൽ ഇൻഫോർമലായിട്ട് പറഞ്ഞാണ്, KPCC ഓഫീസിൽ നിന്ന് 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. KPCC ഓഫീസിൽ നിന്ന് തരൂറിന് ഒരു വോട്ട് പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ശരിയായിരിക്കാം, അദ്ദേഹത്തിന് ഒരു വോട്ട് കിട്ടിക്കാണത്തില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം ജയിക്കുന്നു. അപ്പോൾ ഇത്രയും നേരിയ ഭൂരിപക്ഷം 16,077 വോട്ടിനാണ് ജയിച്ചത്. ഇതിനു മുമ്പ് രാജഗോപാലിനടുത്ത് 13,000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 2 തവണ വളരെ ഭാഗ്യമുള്ള മനുഷ്യനാണ്. 2 തവണ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ ഈ 4 തവണയും സ്ഥാനാർത്ഥിയാക്കിയത് KPCC അല്ല, ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡാണ് തള്ളി പറയുന്നത്. അതേസമയം KPCCക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും നേതാക്കൾ മാത്രമാണ്. KPCCക്ക് മാത്രമല്ല, കോൺഗ്രസിനും ദേശീയ മൊത്തത്തിലും അത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: തരൂരിനെ കോൺഗ്രസ് പുറത്താക്കണോ? വേണമെന്നാണ് 66% പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്. വേണ്ട എന്ന് 30%. വേണ്ടിപ്പേര് അവസാനിക്കുന്നു. നന്ദി.